ഇത്തവണത്തെ അഡ്മിഷൻ കളർഫുൾ ഏതിനെ നോക്കണം ഏതിനെ ഈ കണ്ടാൽ അമ്മച്ചി തരുവാണെങ്കിൽ അവള് തീരെ കുട്ടിയല്ലേ ചൊല്ലി നാക്കേറിട്ടോമല്ല അതാ വരികണേ ഈ അമ്പലവും വലുതാണ് പ്രതിഷ്ഠയും വലുതാണ് പൂജയ്ക്ക് 2 മേൽശാന്തി വേണമല്ലോ ലേറ്റ് അഡ്മിഷൻ ആണല്ലോ ഇത് പേര് പറഞ്ഞാലേ ഞാനൊരു മുട്ടായി വാങ്ങിച്ചു തരാം ഒരു നിമിഷം ഈ റോസ് കളർ ഇഷ്ടമാണല്ലേ എനിക്ക് ഇഷ്ടമാണ് ചെമ്മാനമറ്റത്ത് പറമ്പകത്ത് വീട്ടിലെ കൊച്ചൂർപ്പേടന്റെ മാളാണ് ഈ പൂർണിമ. പൂർണിമ കുട്ടിയെ കോളേജിൽ ചേർത്തു അല്ലേ? ചേർത്തു. ഏത് വിഷയമാ? സെക്കൻഡ് ഗ്രൂപ്പിനാണ് അവൾ അപേക്ഷിച്ചിരുന്നത്, പക്ഷെ കിട്ടിയില്ല. കിട്ടിയ 4ാം ഗ്രൂപ്പാ. അത് സാരമില്ല, അവളുടെ പല കൂട്ടുകാരികളും ആ ഗ്രൂപ്പിലുണ്ട്. അപ്പോ പണത്തിനെല്ലാം വലിയ ചെലവ് കാണും അല്ലേ? അയ്യോ, ഒന്നും പറയണ്ട മുതലാളി. എന്റെ മകൻ എപ്പോഴും പറയും പൂർണിമക്കുട്ടിയുടെ കാര്യം. മോളെ, നിന്റെ ക്ലാസ്സിലെ എത്ര ആമ്പിളരുണ്ടെന്നാ നീ പറഞ്ഞത്? 32. എന്റെ ഭഗവതി, 32 പേര് 32 സ്വഭാവക്കാരായിരിക്കും. ഏതാ നല്ലത് ഏതാ ചീത്തയാന്ന് എങ്ങനെ അറിയുന്നത്? എത്ര പെമ്പിള്ളരാ? 24. 24? അപ്പോ ആൺകുട്ടികളാ കൂടുതലല്ലേ? സാറന്മാരൊക്കെ പെണ്ണുങ്ങളാണോ? അല്ല, ആൺസാറന്മാരുണ്ട്. നീ കാരണം എന്തെങ്കിലും ഒരു മനക്കടി തറവാടിനുണ്ടായാൽ അന്ന് ഞാൻ തൂങ്ങിച്ചാവും. വീണ്ടും പറയാണ്, അന്ന് ഞാൻ തൂങ്ങിച്ചാവുമെന്ന്. തമ്പി മുതലാളി എതിർകക്ഷിക്കാരനായതുകൊണ്ടാണ് ഞങ്ങളൊന്നും മിണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കൃഷിക്ക് വായ്പ നൽകിയപ്പോൾ പാവപ്പെട്ടവരോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ഈ അവസരത്തിൽ പണം ചോദിച്ചാൽ തൊഴിലാളികൾക്ക് കൊടുക്കാനാവില്ലല്ലോ. കേസിന് പോവാം. പാവപ്പെട്ടവൻ അന്തിറങ്ങാനുള്ള കൂരയും കൂടെ സ്വന്തമാക്കാമല്ലോ. നിങ്ങൾ സമാധാനമായിട്ടിരിക്കും. സഖാവേ, ജില്ലാ പ്ലീനത്തിന് പാർട്ടിയിൽ വിശ്വാസമുള്ള എല്ലാവരെയും കൊണ്ടുപോകണം. നമ്മുടെ ബ്രാഞ്ച് ആയിരിക്കണം ഏറ്റവും നല്ല ബ്രാഞ്ച്. അല്ല, ഇപ്പോഴെങ്ങോട്ട് പോകുന്നു സഖാവേ? വഴക്കിട്ടിട്ടാണ് ഇറങ്ങിപ്പോകുന്നതെങ്കിലും ഇത്തരം ഒരു കാര്യത്തിന് വീട്ടിൽ പോയില്ലേ പറ്റൂ. പാർട്ടിയുടെ ഡിസിപ്ലിൻ മാനിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് യൂണിയൻ പ്രസിഡന്റുമായി ആലോചിച്ചിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. പ്രമേയവും പ്രസ്താവനയും ഫോട്ടോ എടുപ്പും സഖാവിന് അത് മാത്രമല്ലേ വിചാരമുള്ളൂ. രാഷ്ട്രീയം ഒരു ഷോ ബിസിനസ് ആണ്. സാരമില്ല, അനുഭവം കൊണ്ടും പരിശീലനം കൊണ്ടും നിനക്കത് മനസ്സിലായിക്കും. തൊഴിലാളികളുടെ നേർന്ന പ്രശ്നങ്ങൾ മുന്നിലുള്ളപ്പോഴാണ് സഖാവേ തമാശ. അധ്വാനിക്കുന്നതിന് മുമ്പിൽ തമ്പിയല്ല, തമ്പിയെ തന്തെതിരുന്നാലും ഇടിച്ച് ചമ്മന്തിയാക്കണം. ക്ഷമിക്കണം, സഖാവിന്റെ അമ്മാവനെ പറ്റിയാ പറയുന്നത്. തമ്പിക്കെതിരെ ശബ്ദമുയർത്തിലുള്ളവരാരും അടുത്ത പിറന്നാൾ ഉണ്ടിട്ടില്ലെന്ന്. പിറന്നാൾ ഉണ്ണാനും ഏകാദശി നോൽക്കാനല്ലോ മനുഷ്യൻ ജനിക്കുന്നു. പറ്റി നിത്ര അമ്മാവന്റെ ഇത്തരം വാക്കുകളൊക്കെ സ്വന്തം ഡിക്ഷണറി സൂക്ഷിക്കുന്നതാണ് നല്ലത്. പ്രായപൂർത്തി വന്നൊരു ചെറുപ്പക്കാരനാണ് ഞാൻ. പിന്നെ തൊഴിലാളികളുടെ വസ്തുക്കളൊക്കെ പിടിച്ചെടുക്കാൻ കേസ് കൊടുക്കാൻ പോകുന്നത് കേട്ടു. നേരായ മാർഗത്തിൽ പോയ രക്ഷയില്ലെങ്കിൽ നിയമത്തിന്റെ വഴി പോയേ പറ്റൂ. നിയമം അത് പാവപ്പെട്ടവന് വേണ്ടിയുള്ളതല്ല, സമ്പന്ന വർഗത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി സമ്പന്ന വർഗം തന്നെ എഴുതി വെച്ചിട്ടുള്ള ചതിയുടെ വിശുദ്ധ പുസ്തകം. നിന്റെ അധ്വാനിക്കുന്ന ജനവിഭാഗം ഉണ്ടല്ലോ, അവന്റെയൊക്കെ തലയിലെഴുത്തായത്. തമ്പി എന്തെങ്കിലും ഒന്ന് മുന്നിൽ കണ്ടിട്ടേ ഏത് കാര്യവും ചെയ്യൂ. ജെയിംസേ, ഈ പ്രമാണങ്ങളെല്ലാം നമ്മുടെ അഡ്വക്കേറ്റിൽ ഏൽപ്പിച്ചത്. ഇവന്റെ സഖാക്കന്മാരെ തൊഴിലാളികളുടെയും നഖം വരെ
തമ്പിയുടെ പത്താട്ടിനുണ്ടാകണം. ജെയിംസേ, ആ പ്രമാണങ്ങൾ ഇങ്ങ് തരൂ. അയ്യോ ജയൻ സാർ, നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ആളാ ഞാൻ. ആരും ആരെയും സാറേന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്നെ ജയനെന്ന് വിളിച്ചാൽ മതി. ആ പ്രമാണങ്ങൾ തരൂ. തമ്പി മുതലാളി തമ്പി മുതലാളി നിങ്ങൾ ഒരു ചുക്കും ചെയ്യില്ല. തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്തു വളരുന്ന മുതലാളി വർഗത്തിനെതിരെയുള്ള സമരത്തിനാണ് നമ്മുടെ യൂണിയൻ എപ്പോഴും നേതൃത്വം നൽകിയിട്ടുള്ളത്. ആ ചരിത്രം ഇതാ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. വിളിക്കും, ഉറക്കെ വിളിക്കും. ഈ രാജ്യത്തെ ബൂർഷ്വാ കുത്തക മുതലാളിമാരുടെ മണിമാളികൾ മുഴങ്ങട്ടെ. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. രാപ്പകല് കഷ്ടപ്പെട്ട് വീട്ടിൽ കയറി വന്നാൽ രുചിയുള്ളൊരു സാധനം ഉണ്ടാക്കി തരില്ല. ചമ്മന്തി ചമ്മന്തി ചമ്മന്തി. ചുമ്മാതല്ല നാട്ടുകാര് ചമ്മന്തി ചെല്ലപ്പം പിള്ളേന്ന് ഒട്ടപ്പനിട്ടിരിക്കുന്നത്. നാട്ടുകാരല്ല, നിന്റെ അച്ഛൻ പിമ്പിരി പാച്ചുള്ള വിളിച്ചാ പോലും മുൻമന്ത്രി ചെല്ലവൻ പിള്ളയ്ക്ക് ചമ്മന്തി കൂടിയേ തീരൂ. ഒരു മന്ത്രി 1.5 ആഴ്ചയല്ലേ കസേരയിൽ ഇരുന്നുള്ളൂ. ചുളയുള്ളവനാണെങ്കിൽ അധികം നാളൊന്നും വേണ്ടടി. 1.5 ആഴ്ച കൊണ്ടാണ് ഞാൻ ഈ വലിയ ബംഗ്ലാവും നിന്റെ പട്ട് സാരിയും പണ്ടാരമൊക്കെ ഉണ്ടാക്കിയത്. പുട്ടിന് മാവുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ഇത് ഉണ്ടാക്കിയത്. അതിന് പയറുണ്ട്, പപ്പടമുണ്ട്, പഴമുണ്ട്, തേനും ഉണ്ട്. തേൻ തേൻ തേൻ, നിനക്ക് എപ്പോഴും തേന്റെ വിചാരേ ഉള്ളൂ. നോക്ക്, പുട്ടിന്റെ കൂടെ ഇച്ചിരി ചമ്മന്തി കൂടെ തേഞ്ഞു പോവും. മുട്ട വറുത്തത്, ഇറച്ചി വറുത്തത്, കിച്ചടി, പപ്പടം, മീൻകറി ഇതെല്ലാം ഉണ്ടാക്കി വെച്ചല്ലോ ഞാൻ. മുട്ടയും മീനും ഇറച്ചി എനിക്കതൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്താ ഇത്തിരി ഇടിച്ചമന്തി ഉണ്ടാക്കി വെച്ചൂടെ? എന്താ മോളെ ഡാഡി, there is no ഇടിച്ചമന്തി for evening tiffin. പുതിയ വേലക്കാരി വരുമ്പം എന്തൊക്കെ ഉണ്ടാക്കണം നീ പറഞ്ഞു കൊടുക്കണം. എനിക്ക് ചോറായാലും കഞ്ഞിയായാലും മറ്റവനായാലും എനിക്ക് ചമ്മന്തി കൂടിയേ തീരും. എനിക്ക് പ്ലെയിൻ ചമ്മന്തി, എന്റെ മോക്ക് ഇടിച്ചമ്മന്തി, അതായത് തണ്ട ചമ്മന്തി. എന്റെ ഭാര്യക്ക് തേൻ. തന്തയ്ക്ക് ചമ്മന്തി, മോക്കിടിച്ചമ്മന്തി, അമ്മയ്ക്ക് തേൻ. നല്ല കോമ്പിനേഷൻ. ഞാൻ ആ കോളേജിൽ കളിക്കാൻ കളിക്കും. എന്താ ഈരെ കറക്റ്റാ പൊറിഞ്ചു കത്തെത്തിക്കേണ്ടത് എത്തിച്ചോ? എത്തിച്ചു. ഒരു സന്തോഷமான വാർത്തയും കൂടി ഇരിക്ക്. എന്താ ഗൗരീഷ് ഗോപാലിക്ക് ഷീല പിള്ളை റിപ്ലൈ കൊടുത്താச்சு. ஐயருக்கு എന്താ ഒരു പരിഭ്രമം? அண்ணன் திருமேனி சொன்ன மாதிரி அந்த கோமதி அம்மாளுக்கு நான் கத்து கொடுத்தாச்சு. அவரு வாங்கியாச்சு. திடீர்னு புல்லட் மோட்டார் சைக்கிள்னு புகை வரும் மாதிரி எக்கச்சக்கமான பேட் பேர்ட்ஸ் வந்தாச்சு. என்ன அபமானம்! அபமானம். அடுத்த கத்தை നല്ല അഴക ഒളുങ്ക സെന്റിമെന്റൽ കാച്ചുകളെ. അയ്യരെ, തിരുമേനിയുടെ സെന്റിമെന്റൽ കാച്ചിലിൽ ഏത് ബെടാകുബയും മൂക്കിടിച്ചു വീഴും. சொல்லி கொடுத்தால் போதும். ஐ வில் டூ இட். எப்படியே அந்த கோமதி அம்மாள் ஒன்னு வளைஞ்சு கிடக்கு. அந்த கோமதி அம்மாள் வளைஞ்சு கிடச்சா போதுமா? நான் ஏட்டாச்சு. നീ അഡ്മിഷൻ ആണല്ലേ? ആ കേസായിട്ട് അങ്ങോട്ട് വിടുക. അതെ, അണ്ണൻ തിരുമേനിക്ക് പൂർണിമയിലൊരു ലുക്കുണ്ട്. ഐ മീൻ നോട്ടം. വലിയ പാട്ടുകാരിയെന്നാ കേട്ടിരിക്കണ. വീരശൃംഖല തരണമെന്ന് മോഹമുണ്ട് ഉള്ളില്. അടിയങ്ങള് പാവങ്ങളാ. ഈ പൂ സ്വീകരിച്ചാലും തിരുവേനി നന്നായി വേർതിരിക്ക്. മഞ്ഞ് എത്ര മല കണ്ടു, മല എത്ര മഞ്ഞ് കണ്ടു. ഒന്ന് മിണ്ടാതെ ചെയ്തേ. ഇവളെ അല്ല, ഇവളുടെ ഗ്രാൻഡ് മദറിനെ വരെ ഈ ഭദ്രൻ തിരുമേനി ലക്ഷ്മണ രേഖ വരച്ചു.